മുഖം മറന്നു പോകൂല. അവരുടെ മുഖം ഇന്നും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഓർമ്മയുണ്ട്. കാരണം അവർ ഉറങ്ങിയതുപോലെ കടന്ന്, അവർ ചിരിച്ചോണ്ടാ കിടന്നത്. അള്ളാഹു നമുക്കും അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കും അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മരണം ഒരു ദിവസം നമ്മളെ തേടി വരും. എന്ത് ചെയ്തു? അവിടെയാണ് ചോദ്യം. ഈ ദിവസം നമ്മളതേക്ക് ഒരു ദിവസം കടന്നു വരും. എന്ത് നേടി? നമ്മൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? എന്ത് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്? 2 മരണം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. ഒന്നാമത്തെ മരണം യാചിച്ച് നാണം കെട്ട് ഒന്നും കിട്ടാതെ നഷ്ടമാളിയെ പോലെ ദുനിയാവും പോയി ആഖിറവും പോയി. മയ്യത്ത് കാണാൻ വരുന്നവന് പോലും ഒരു വട്ടവേ നോക്കൂ, പിന്നെ നോക്കാൻ പേടി. ഇങ്ങനെ മരണപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്നാൽ രണ്ടാമതൊരു മരണമുണ്ട്. കാണുന്നവർ പോലും ആഗ്രഹിക്കും ഇങ്ങനെ മരിക്കണമെന്ന്. കാണുന്നവർ പോലും ആഗ്രഹിക്കും ഇങ്ങനെ മരിക്കണമെന്ന്. ഉപദേശിക്കുന്ന സമയത്ത് പറയും, മരിച്ചാൽ ഇങ്ങനെ മരിക്കണം, മരിച്ചാൽ ഇങ്ങനെ മരിക്കണം. ഉപദേശമായിട്ട് പോലും കണ്ടോ, അൽഹംദുലില്ലാ എത്ര നല്ല മരണവാ എന്ന് മയ്യത്ത് കാണാൻ വന്നിട്ട് പോകുന്നവർ മുഴുവനും പറയണം. അള്ളാഹു അങ്ങനെയുള്ള ഒരു മരണം നൽകുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള ഒരു മരണം നൽകുമാറാകട്ടെ. ആമീൻ പറയാൻ എല്ലാവർക്കും ചിലർക്കൊക്കെ വല്ലാത്ത ഒരു മടി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നാൽ, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ചില ആൾക്കാർ കടന്നിട്ട് വെപ്രാളപ്പെടും. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയാ ഉസ്താദ്, ഈ വെപ്രാളത്തിൽ ബേജാറാവുന്നതിന് എന്താ പറയാ? പന്തം കണ്ട പെരിച്ചാഴി എന്ന് പറഞ്ഞൊരു ഉദാഹരണം ഇല്ലേ? എന്തോ പറയാതെ കയറി വന്നതുപോലെ അസ്റായിലിനെ കാണുമ്പോ കടന്നിട്ട് അങ്ങോട്ട് തുള്ള. ഉദാഹരണം പറഞ്ഞ വിരുന്നുകാരി വീട്ടിൽ വന്നു പറയാതെ പള്ളിയിലെ ഖത്തീബ് ഒരു ദിവസം വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ കയറി വന്ന അവളുടെ അവസ്ഥ ആലോചിക്ക്, വെപ്രാളപ്പെടൂലേ? അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനെ കാണുമ്പോ അങ്ങോട്ട് തുള്ള. ഇവന്റെ ഈ വെപ്രാളം കാണുമ്പോ അസ്റായിൽ ചോദിക്കും, എന്തുവാടാ കടന്ന് തുള്ളണേ? എന്താ ഞാൻ പറയാതെ കയറി വന്നേ? ഞാൻ പറയാതെയാണോ നിന്റെ വീട്ടിൽ കയറി വന്നേ? അല്ല, നിനക്ക് എത്ര അടയാളം വന്നു? ഞാൻ വരുന്നതിന് മുമ്പ് എത്ര അടയാളം അല്ലാഹു നിനക്ക് കാണിച്ചു തന്നു, എന്നിട്ട് നീ നന്നായില്ലല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ കയറി വന്നത് വെറുതെ ഒന്നുമല്ല, എത്രയോ അടയാളങ്ങൾ അല്ലാഹു നിനക്ക് തന്നു. മരണം വരുന്നതിന് മുമ്പ് 100 കണക്കിന് അടയാളങ്ങൾ നമുക്ക് അല്ലാഹു കാണിച്ചു തന്നില്ലേ? എത്രയോ അടയാളങ്ങൾ കാണിച്ചു തന്നു. എന്നിട്ടാണ് മരണം നമ്മളെ തേടി വരുന്നത്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ശരീരത്തിലെ താടിയിലെയോ തലയിലെയോ ഒരു രോമമെങ്കിലും നരച്ചിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്ക്. ഒരു രോമമെങ്കിലും നരച്ചിട്ടുള്ളവർ കൈപൊക്കിക്ക്. പെണ്ണുങ്ങൾ എന്താ മുടി നരച്ചിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ ഒന്ന് ഒരു രോമം നരച്ചിട്ടുള്ളവരെ, പ്രായമുള്ള ഉമ്മായും പ്രായമുള്ള വാപ്പായും കൈപൊക്കുന്നില്ല. അല്ലാഹുവേ, ഈ കൈപൊക്കിയ എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, മുടി നരച്ചിട്ട് അൽഹംദുലില്ലാ അത് മറച്ചു വെക്കാതെ സന്തോഷത്തോടെ കൈപൊക്കി ഇവർക്ക് നീ നല്ല മരണം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയം സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. മുടി നരച്ചിട്ടും കൈപൊക്കാത്ത ചങ്ങാതിക്ക് നീ ഈമാൻ കൊടുക്കണേ അല്ലാ. അല്ലാഹു ഈമാൻ കൊടുക്കുമാറാകട്ടെ. മുടി നരച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. സ്റ്റേജിൽ ഇരിക്കണം, നിങ്ങളൊന്നും പൊക്കണില്ല. നിങ്ങള് കൈപൊക്കറോ? താഴ്ത്തിയിട്ടോ? ചിരിക്കാൻ പൊക്കാൻ പറഞ്ഞതല്ല. ഞാൻ നിങ്ങളോട് മുടി നരച്ചവരെ കൈപൊക്കാൻ പറഞ്ഞത് വെറുതെയല്ല. മുടി നരച്ചിട്ടുണ്ടോ അത് മരണത്തിന്റെ അടയാളമാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്താണ് അടയാളം? ഒരു രോമം നരച്ചിട്ടുണ്ടോ? തലയിലെയോ താടിയിലെയോ ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ അത് മരണത്തിന്റെ അടയാളവാ. ഹാപ്പി ആയില്ലേ? ഇനി മേലാ പറഞ്ഞേക്കരുത് പെട്ടെന്ന് കയറി വന്നെന്ന്. ഈ കൈപൊക്കിയ ഒരു മനുഷ്യനും ഇനി ജീവിതത്തിൽ ഒരിക്കലും പറയരുത് മരണം പറയാതെ കയറി വന്നു എന്ന്. ഇനി ഒരിക്കൽ പോലും പറഞ്ഞേക്കരുത്. കാരണം ഇത് മരണത്തിന്റെ അടയാളവാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 40 വയസ്സ് കഴിഞ്ഞവര് കൈപൊക്കിക്കേ. പെണ്ണ് കെട്ടിക്കാനൊന്നുമല്ല, പൊക്കിക്കോ. 40 വയസ്സ് കഴിഞ്ഞവര്. സുബ്ഹാനല്ലാഹ്, ഇത്രയും ആണുങ്ങൾ ഇരിക്കണ ആണുങ്ങള്, നിങ്ങളും സൂക്ഷിക്കണം കേട്ടാ, നിങ്ങളും സൂക്ഷിക്കണം. ഇനി ജോലിയൊക്കെ മാറ്റിവെക്കണം, തിരക്കുകളെല്ലാം മാറ്റിവെക്കണം. എന്നിട്ട് സ്വന്തം കാര്യം സിന്ദാബാ. 40 വയസ്സ് കഴിഞ്ഞവരോട് പറയുന്നത്, ഞാനൊരു സാധാരണ എല്ലാ പ്രഭാഷകന്മാരും ഈ ചെറുപ്പക്കാർക്കിട്ടല്ലേ തട്ടണത്?
ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും, ചെറുപ്പക്കാർ, യുവത്വം, എല്ലാവരും യുവത്വത്തെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ഞാനൊരു പുതിയ വിഷയം നോക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം തീരാറായി. 40 വയസ്സ് കഴിഞ്ഞവർ മാത്രം കേട്ടാൽ മതി. സാധാരണ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ വരും, എന്നിട്ട് അതിന്റെ താഴെ എഴുതി വെച്ചേക്കും പ്രായപൂർത്തിയായവർ മാത്രമേ ഇത് കാണാവൂന്ന്. ചുമ്മാതെ എഴുതി വെക്കും. ഇത് എഴുതി വെക്കണ എന്തിനാ? പ്രായപൂർത്തിയാകാത്തവർ കാണാൻ വേണ്ടിയാ എഴുതി വെക്കാറുണ്ട്. പ്രായപൂർത്തിയായവർ മാത്രം കാണണം. ചുമ്മാതെ. ഞാൻ പറയുന്നത് ഈ പ്രസംഗം 40 കഴിഞ്ഞവർ മാത്രം കേട്ടാൽ മതി. അതിന് താഴെ ഉള്ളവർ കേൾക്കണ്ട. കാരണം 40 വയസ്സ് കഴിഞ്ഞവൻ സൂക്ഷിക്കണം. അവൻ സാധാരണ ഒരാളല്ല. അവന്റെ അവസാന സമയമായി അവൻ തയ്യാറെടുപ്പുകൾ നടത്തണം. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഒരാളുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നു. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ ഇറങ്ങി വന്നപ്പോ ആ ചങ്ങാതിയോട് ചോദിച്ചു, അള്ളാഹു പറഞ്ഞു വിട്ടിട്ടുണ്ട്, നിനക്കൊരു ഓഫർ ഉണ്ട്. എന്താ ഓഫർ? നിനക്ക് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂ എന്നല്ല പറഞ്ഞിട്ടുണ്ട്. നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? അങ്ങനെ നിനക്ക് വല്ല മോഹമുണ്ടെങ്കിൽ ആ മോഹം സാധിപ്പിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ. ആ ചങ്ങാതി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ പൊന്നാര അസ്റായിലെ 40 കൊല്ലമായിട്ട് ഞാൻ നിന്നെ കാത്തിരിക്കുക, നീ എപ്പോഴാ വരണേന്ന് പറഞ്ഞിട്ട്. 40 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ സർവ്വം റെഡിയാക്കിയിട്ട് നിന്നെ നോക്കിയിരിക്കുക, നീ എപ്പോഴാ വരണേ കൂടെ വരാൻ വേണ്ടി. എനിക്ക് ഒരാഗ്രഹവും ഇല്ല, പിടിച്ചോളാൻ. അല്ലാഹു ഈമാനുള്ള മരണം നൽകുമാറാകട്ടെ. ഈ ചോദ്യം എങ്ങാനും 99 വയസ്സുള്ള വാപ്പാനോട് ചോദിച്ച ആ മനുഷ്യൻ എന്തായിരിക്കും പറയുക? 150 വയസ്സ് വരെ ജീവിച്ച മനുഷ്യനാണെങ്കിലും അന്തോഹത്തോട് ചോദിച്ചാൽ നമ്മളെന്താ പറയുന്ന മറുപടി എന്ന് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് എൻ്റെ പൊന്നാര ചങ്ങാതിമാരെ, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, തയ്യാറായിക്കോ, റെഡിയായിക്കോ, ഒരുങ്ങിക്കോ, മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോ. അടുത്തത് ഇന്നലെ ഇവിടെ ആരോ മരണപ്പെട്ടു. ഇന്നും ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്. നാളത്തെ അവസരം നമ്മുടേതാ. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ മരണത്തിലേക്ക് അടുക്കുകയാ, ഖബറിലേക്ക് അടുക്കുകയാ. ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് പടച്ചവനെ നമ്മുടെ സമയമാ, നമ്മുടെ ആയുസ. അതുകൊണ്ട് ഒരാളുടെ കണ്ണിന്റെ മുമ്പിലേക്ക് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരുമ്പോ എന്താണ് യാചിക്കുന്നതെന്നറിയോ? വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിൽ ഇറങ്ങുമ്പോ അതാ പിരിവെടുക്കുന്ന ഒരുപാട് പേരെ കാണാമല്ലോ. നിന്റെ വീടിന്റെ മുറ്റത്ത് പ്രത്യേകിച്ച് റമളാനാകുമ്പോ ഒരുപാട് പേര് പിരിവിന് വരുമല്ലോ. ഇതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വരുമ്പോ അവിടന്ന് യാചിക്കുകയാ. എന്തിനാണ് യാചിക്കുന്നതെന്നറിയോ? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, ഒരാളുടെ മരണം കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന സമയം ആ മനുഷ്യൻ അല്ലാഹുവിനോട് യാചിക്കുന്നത് എന്തിനാണെന്നറിയോ? എനിക്കൊരൽപ്പം സമയം വേണമല്ലാ. അല്ലാഹുവിനോട് യാചിക്കുകയാ, എനിക്ക് സമയം വേണം തമ്പുരാന്, എനിക്ക് സമയം വേണം തമ്പുരാന്. 50 കൊല്ലം തന്നില്ല, 60 കൊല്ലം തന്നില്ല, 70 കൊല്ലം അല്ലാഹു തന്നില്ല. നിനക്ക് തികഞ്ഞില്ലേ വാപ്പാ? നിനക്ക് തികഞ്ഞില്ലേ സഹോദരാ? ഉമ്മമാരേ, 40ഉം 50ഉം കൊല്ലം അല്ലാഹു നിനക്ക് ആയുസ് തന്നിട്ട്, ഒരുപാട് സമയം തന്നിട്ട് തികഞ്ഞില്ലേ? അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ യാചിക്കുന്നു, അല്ലാ എനിക്ക് സമയം താ അല്ലാ, എനിക്കൊരൽപ്പം സമയം വേണമല്ലാ. നിരന്നിരിക്കുന്നവരോട് പറയട്ടെ, എങ്ങനെയെങ്കിലും സമയത്തെ തള്ളി നീക്കാ പ്രയാസപ്പെടുകയാ.
അപ്പൊ രാവിലെ എങ്ങനെയെങ്കിലും ഒന്ന് വൈകുന്നേരമായാ മതിയല്ലോ, സമയം പോകുന്നില്ലല്ലോ. പടച്ചവനെ, TV കാണുന്നവരുണ്ട്, സിനിമ കാണുന്നവരുണ്ട്, വാട്സപ്പിൽ ഇരിക്കുന്നവരുണ്ട്, ഫേസ്ബുക്കിൽ ഇരിക്കുന്നവരുണ്ട്, ഫോൺ വിളിച്ച് സംസാരിച്ച് സമയം കളയുന്നവരുണ്ട്, കറങ്ങി നടക്കുന്നവരുണ്ട്, പാർക്കിൽ പോകുന്നവരുണ്ട്, ബീച്ചിൽ പോകുന്നവരുണ്ട്, കൂട്ടുകാരുടെ കൂടെ ചെലവഴിക്കുന്നവരുണ്ട്, കടത്തിണ്ണയിൽ ഇരിക്കുന്നവരുണ്ട്. അല്ലാഹു തന്ന സമയം ഇങ്ങനെ വെറുതെ കളയുകയാ. പോകാത്തത് കാരണം തെള്ളി തെള്ളി നീക്കുകയാണ്. എങ്ങനെയെങ്കിലും മഗ്രിബായാ മതി, നോമ്പ് തുറക്കാമല്ലോ, പിന്നെ നിസ്കരിച്ച് ഉറങ്ങാമല്ലോ. ഓരോ ദിവസവും ഇങ്ങനെ തെള്ളി തെള്ളി നീക്കുകയാണ്. സമയത്തിന്റെ വില തിരിയുന്നില്ല. അല്ലാഹു തന്ന ആയുസിന്റെ വില അറിയുന്നില്ല. അറിയും ബാപ്പാ, അറിയും ഉമ്മ. അല്ലാഹു തന്ന സമയത്തിന്റെ വില ഇപ്പൊ ഒന്നിനും തിരിയൂല. എപ്പോഴാണ് തിരിയുന്നതെന്നറിയോ? ഖാബിദുൽ അർവാഹു മലക്ക് അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ ആയുസ് തീർന്നല്ലോ. ഇനി എന്ത് ചെയ്യും പടച്ചവന്? ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ, ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ. എന്റെ അവസാന സമയമെടുത്തല്ലോ. പടച്ചവനെ, അസ്റായീൽ കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ യാചിക്കുന്നു, അല്ലാ എനിക്ക് സമയം വേണമല്ലാ, എനിക്കല്പസമയം താ അല്ലാ. സമയത്തിന്റെ വില തിരിയുന്നതപ്പോഴാ, അസ്റായീലിനെ കാണുമ്പോഴാണ്, അല്ലാതെ ഇപ്പോഴല്ല. എത്ര പറഞ്ഞാലും തിരിയൂല. സമയത്തിന്റെ വില മനസ്സിലാകുന്നത് അസ്റായീലിനെ കാണുമ്പോഴാണ്. കിട്ടൂല ചെറുപ്പക്കാരാ. എത്ര തെണ്ടിയാലും, എത്ര യാചിച്ചാലും, എത്ര കേട് ചോദിച്ചാലും അല്ലാഹു ഒരു നിമിഷം തരൂല. ഒരു നിമിഷം പോലും അല്ലാഹു ഒരാൾക്കും നീട്ടിത്തരൂല. സമയത്തിന്റെ വില തിരിയുന്നതപ്പോഴാണ്. 3 സമയങ്ങളിലാണ് സമയത്തിന്റെ വില തിരിയുന്നത്. ഒന്നാമത്തെ സമയം മരണത്തിന്റെ വേളയിലാ. അസ്റായീലിനെ കാണുമ്പോഴാ. ഇനി രണ്ടാമതൊരു സമയമുണ്ടോ? പടച്ചറപ്പേ, കരിങ്കല്ലത്താടിയിലെ പള്ളിപ്പറമ്പില് പോകു സഹോദരാ. ആ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികൾക്ക് ഒരേ ഒരു മോഹമേ ഉള്ളൂ. അവർക്കൊരേ ഒരു മോഹമേ ഉള്ളൂ. അവർക്കും വേണ്ടത് സമയമാണ്. അവർക്കൊരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. അല്ലാ റബ്ബിർജിഉ ലഅല്ലി അഅമൽ സ്വാലിഹാ. പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളിക്കും വേണ്ടത് അവസരമാണ്, സമയമാണ്. ഒന്ന് കേറ്റിവിടുവോ അല്ലാ? ഇതിനകത്ത് നിന്നൊന്ന് മടക്കുമോ അല്ലാ? പോയി നന്മകൾ ചെയ്യാനാ പടച്ചവര്, നിസ്കരിക്കാനാണ് പടച്ചവര്, ഖുർആൻ ഓതാനാണ് പടച്ചവര്, ദിക്റുകൾ പറയാനാണ് പടച്ചവര്, തയ്യാറെടുക്കാനാണ് പടച്ചവര്. ഖബറിനകത്ത് കിടക്കുന്നവനും സമയമാണ് വേണ്ടത്. അവനും അവിടെ കടന്ന് ചോദിക്കുകയാണ്. പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് കിടക്കുന്ന ഒരാളും തിരിച്ചു വരൂല. തിരിച്ചു വന്ന ചരിത്രവുമില്ല. വാപ്പ വന്നില്ലല്ലോ, ഉമ്മ വന്നില്ലല്ലോ, കൂടപ്പറപ്പ് വന്നില്ലല്ലോ. അവിടെയും അവർക്ക് വേണ്ടത് സമയമാ സഹോദരാ. ഇനി മൂന്നാമതൊരു സമയമുണ്ട്. ഇനി മൂന്നാമതൊരു സമയമുണ്ട്. എവിടെ വെച്ചാണെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക്, സൂറെന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമത് മൂതുമ്പോ കരിങ്കല്ലത്താടി പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. നാളെ അല്ലാഹുവിന്റെ കോടതിയില് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, റബ്ബേ നാളെ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ കോടതിയില് ആണുങ്ങളും പെണ്ണുങ്ങളും ഉമ്മമാര് പ്രസവിച്ചിട്ടതുപോലെ പേടിച്ച് വിറച്ചുകൊണ്ട് തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് കിടന്നു പോകുന്ന അള്ളാന്റെ കോടതിയുണ്ടല്ലോ. ആ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചവനെ 11:30 ഈ കാണുന്ന സ്റ്റേജിനകത്ത് ഈ പന്തലിനകത്ത് ഫാനിനടിയിൽ ഇരുന്നിട്ട് പോലും ചൂടെടുക്കുന്നില്ലേ പെങ്ങള്? ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന ഉമ്മ വഴുത് കേൾക്കാൻ വരുമ്പോ റോഡിൽ നിന്ന് ഈ വെയിലത്തുകൂടെ നടന്നു വന്നപ്പോ ചൂട് താങ്ങാൻ പറ്റുന്നില്ലല്ലോ. ശരീരത്തില് വസ്ത്രം ധരിച്ചിട്ട് പടച്ചവനെ ചെരുപ്പ് ധരിച്ചിട്ട് ഈ കാണുന്ന മണ്ണിന്റെ മുകളിലൂടെ നടന്നിട്ട് പോലും നിനക്ക്